പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഉപനിഷത്തിലെ ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? മനേവ കാരണാം മനുഷ്യാണാം സുഖദുഃഖേ. ഇവിടെ മനേവ കാരണാം മനുഷ്യാണാം സുഖദുഃഖേ. ഈ മനസ്സാണ് മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്നാണ് അർത്ഥം. ശരിയല്ലേ? അപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സുഖവും സമൃദ്ധിയും സന്തോഷവും ശാന്തിയും ഒക്കെ ഉള്ളൊരു ജീവിതമാണ്. അതിൻ്റെ കാരണവും മനസ്സാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവ്വവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പലർക്കും. അത് നമ്മൾ പല കാരണങ്ങൾ അതിന് കണ്ടെത്താമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പം എന്നാൽ മനസ്സിനങ്ങ് ഇല്ലാതാക്കിയാലോ, സ്വസ്ഥമായാലോ? അങ്ങനെയാണ് പലരും ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വച്ഛമായി നമ്മൾ ഉറങ്ങാറുണ്ടല്ലോ അല്ലേ? അളവിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ടോ? ഇല്ല. സങ്കടമുണ്ടോ? ഇല്ല. അപ്പം ചിന്തകൾ അസ്തമിച്ചിരിക്കുന്ന സമയത്ത് മനസ്സ് അവിടെ ശാന്തമാണ്, ബോധ മനസ്സ് ഉറങ്ങുകയാണ്. ഈ സമയത്ത് നമുക്ക് സുഖമോ ദുഃഖമോ ഇല്ല. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ വലിച്ചു കയറ്റുകയാണ് നമ്മുടെ ബുദ്ധിയിലൂടെ അകത്തേക്കെടുക്കപ്പെടുന്ന ഏത് തരം ചിന്തകളാണോ അതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നർത്ഥം. അതായത് എല്ലാ വ്യക്തികളും സദാസമയവും നമ്മുടെ ഉള്ളിൽ തന്നെ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട്. അധികം പുറമേ സംസാരിക്കാത്തവരാണേലും അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അകത്ത് സംസാരത്വമാണ് നമ്മുടെ സൂക്ഷ്മതയെ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യതയെ നിർണ്ണയിക്കുന്നത്, നമ്മളെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു. പക്ഷേ പുറമേ ആരും പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. അകത്ത് ഹൈ സ്പീഡിലാണ് സംസാരം നടക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നിലവാരം എത്രത്തോളമുണ്ടോ അതാണ്. പലരും അവനവനെ പറ്റി തന്നെയുള്ള തൻ്റെ ദുർവിധിയെ സംബന്ധിച്ച്, തനിക്കുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച്, ഇപ്പോഴുള്ളതല്ല, കഴിഞ്ഞ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതൊക്കെ അയവിറക്കുകയാണ്. ടോക്സിക്കായിട്ടെന്ന് പറയാം. ചിലരെ സംബന്ധിച്ച് അവരങ്ങനെയുള്ള ഭൂതകാലത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, അവനവനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, മറ്റാൾക്കാരെ സംബന്ധിച്ചാണ് അവർ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നത്. അവരാരെപ്പറ്റി ചിന്തിക്കുന്നോ അവർ ആ സമയം വേറെ ഏതോ കൃത്യത്തിലോ കർമ്മത്തിലോ ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇവർ മറ്റു വ്യക്തികളോ സാഹചര്യങ്ങളെപ്പറ്റി ഇങ്ങനെ അകത്ത് കൊണ്ട് നടക്കുന്ന, അതും ടോക്സിക്കായിട്ടുള്ളതാണെങ്കിൽ അത് പുറത്തേക്ക് എങ്ങുമല്ല പോകുന്നത്, ഈ വ്യക്തികളുടെ മനമേവ അകത്തേക്ക് അത് സംഭരിച്ചു വെക്കുന്നു. ഇങ്ങനെ സംഭരിച്ചു വെച്ചാലോ മനസ്സിലേക്ക് രൂഢകൂലമായിട്ട് അടിഞ്ഞുകൂടുന്ന ഈ വിഷലിബ്ധമായിട്ടുള്ള ചിന്തനം ഈ വ്യക്തിയുടെ സർവനാശത്തിലേക്ക് നയിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ വളരെ മര്യാദക്കൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ മറ്റ് വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ ചിന്തകൾ ഇട്ട് തരുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം മനമേവ കാരണാം മനുഷ്യാണാം സുഖദുഃഖേ. അല്ലാതെ വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ടോ സാഹചര്യത്തെ കുറ്റം പറഞ്ഞിട്ടോ കാര്യം. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ 2 ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് നല്ല ജ്യൂസ് ഉണ്ട്, ഒരു ഗ്ലാസ് നല്ല വിഷമുണ്ട്. നിങ്ങൾക്കറിയാം, അതിന് പുറത്ത് എഴുതിയിട്ടുണ്ട് ഇത് പോയിസണാണ്, ഇത് ജ്യൂസാണ്. നിങ്ങളുടെ മുന്നിലോട്ട് 2 പാത്രം തരികയാണ്. ഏതായിട്ട് നിങ്ങളെടുത്ത് കുടിക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ളവരാണെങ്കിൽ ജ്യൂസേ കുടിക്കുകയുള്ളൂ അല്ലേ? ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കോയിൻ ബോക്സ് തരികയാണ്. കോയിൻ ബോക്സ് കാലിയാണ്. ഒപ്പം ആ ടേബിളിൽ കുറേ കോയിൻസ് നിരത്തിയിട്ടിട്ടുണ്ട്. അത് പല ലോഹങ്ങളുടെയാണ്. പിച്ചളുണ്ട്, ഇരുമ്പുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. അപ്പം നമുക്കൊരു സമയം ഫിക്സ് ചെയ്യാണ്. ഞാൻ 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻ പെറുക്കിയെടുത്ത് ടിന്നിൽ നിറയ്ക്കാം. എത്രത്തോളം നിങ്ങൾ ഈ 1 മിനിറ്റിൽ നിറയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സ്വന്തം കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾ എന്തായിരിക്കും അതിൽ നിന്ന് പടപടയെന്ന് പെറുക്കിയിടുക? സ്വർണ്ണമായിരിക്കും അല്ലേ? ഉറപ്പാണ്. ശ്രദ്ധയില്ലാത്തവർ ഇടയ്ക്ക് പലപ്പോഴും വെള്ളിയൊക്കെ വീണെന്നിരിക്കാം, ഇരുമ്പ് വീണെന്നിരിക്കാം. ശ്രദ്ധയോടെ നീങ്ങുന്ന വ്യക്തികൾ സ്വർണം മാത്രം തിരഞ്ഞു പിടിച്ചിടുന്നു കുറഞ്ഞ സമയം കൊണ്ട്. കാരണം അതിൻ്റെ മൂല്യം നമുക്കറിയാം. അപ്പം നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഇതേപോലെ ഒരു കോയിൻ ബോക്സാണ്. അതിലേക്ക് ഏത് നാണയം
ലഭ്യമായിരിക്കുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യണം, എടുത്തിടണമെന്നുള്ള ബുദ്ധിയും തന്നാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് ആ കോയിൻ തിരഞ്ഞെടുത്തിടാനുള്ള ഒരു വിവേചന ബുദ്ധി ഇത് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവ്വവിധത്തിലുള്ള ഈ സ്പിരിച്വൽ ആക്ടിവിറ്റികൾ. അതിന് കൺസിസ്റ്റൻസി കിട്ടാൻ, തുടർച്ച കിട്ടാനാണ് അകത്തെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പോളിഷിങ് പ്രവർത്തനങ്ങളാണ്. നല്ലതിനെ തിരഞ്ഞെടുത്താൽ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കാരണം കൊണ്ട് നമ്മുടെ സുഖദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു, മനുഷ്യന് വരുന്ന ചിന്തയുടെ കുഴപ്പം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന രീതിയിലുള്ള ചിന്തനം ഉണ്ടാകാൻ സാധിക്കണം, ശ്രദ്ധയുണ്ടായിരിക്കണം. ഒരു ശ്രദ്ധ തെറ്റുമ്പോൾ അപകടം ജനിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സ്പിരിച്വൽ പാത്തിലൂടെ നമുക്ക് ഉത്ബോധനങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ഋഷീശ്വരന്മാർക്ക് നൽകിയിട്ടുള്ളത്. മറ്റേ എല്ലാം അറിയാം നമുക്ക്, പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നതിനകത്ത് വേണ്ട വിധത്തിലുള്ള ഒരു ഉത്സാഹം കാണിക്കുന്നില്ല. പലർക്കും പലതും അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയാം, പക്ഷെ പറ്റുന്നില്ല. അതൊരു ടൈപ്പായി, ഒരു ഹാബിറ്റിലായി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം മാറണമെങ്കിൽ പുതിയ രീതിയിലുള്ള ചില സ്വഭാവങ്ങൾ നമ്മൾ കേൾവിയിലൂടെ, അതായത് ശ്രവണം, മനനം, ആചരണം, നമ്മളിതിലൂടെ ഒരുപാട് ശ്രവണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നതെങ്കിലും അത് കുറേയെങ്കിലുമൊക്കെ നമ്മൾ മനനം ചെയ്യണം, ശരിയോ തെറ്റോ, ദെൻ ആചരണം പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൻ്റെ കാര്യക്ഷമതകളെ മാറ്റി സർവ്വവിധത്തിലുള്ള അഭിവൃദ്ധിയിലേക്കും എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർദ്ദയാണ്. നന്ദി, നമസ്കാരം.